ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോണിൽ കറക്റ്റ് കാണുന്നുണ്ട് നമ്മൾ ബാക്ക് ഇട്ടാ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, നല്ല രസമല്ല. ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നമ്മളെ ജനൽ ഗ്ലാസിന്റെ ഉള്ളിൽ നമ്മുടെ മുറ്റത്ത് കാണുന്ന ആ ഫ്ലവർ കടലാസും പൂക്കളാണ് കാണുന്നത്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. അപ്പൊ 2-3 ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കുറച്ച് വിശേഷങ്ങൾ പറയാണ്ട്. പിന്നെ അതിലുപരി എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡാണ് ഉണ്ടാക്കുക. നമ്മൾ ഫുഡ് എന്ന് വെച്ചാൽ ഇന്നത്തെ കൂട്ടാൻ മീനാണ്. ആ മീൻ എന്ന് വെച്ചാൽ ഇന്നത്തെ മീനിന്റെ അതിന്റെ പേരെന്താ? വാള. നമ്മൾ വളർത്തി ഉണ്ടാക്കണേ ഈ ചിലവര് മീൻ തന്നെയാണ്. നമുക്ക് നല്ല രസമുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ഞങ്ങളെപ്പോഴും കണ്ട അപ്പൊ വിടൂല, ഞങ്ങൾ വാങ്ങും. വാള, നെട്ടറ്, അങ്ങനത്തെ മീനുകള്, എന്താണ് വളർത്തു മീനുകള് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. പക്ഷെ ഒരു ഇതാൾക്കും പറ്റൂല. അറിയോ, ഒരു ഇതിന്റെ ചുവ ഉണ്ടാവുമല്ലോ, എന്താ പറയാ, തോട്ടത്തെ മീനിന്റെ ചുവ ഉണ്ടാവും. ബേക്ക് കുടിക്കോ ക്യാമറ? നല്ല ടേസ്റ്റ് ആണ്. അത് മാത്രല്ല വേറെ സംഭവം പറയണ്ട് അതിനുപരി. പക്ഷെ ആ മീൻ ഞങ്ങൾക്ക് ഓർക്ക് പോകണ്ട, ഇവിടെ മിറ്റന്ന് എടുത്തോണ്ടാ. പിന്നെ അത് അനിയന് മീൻ കച്ചവടമാണ് ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിയൻ എന്ന് വെച്ചാല് നേരെ ഫ്രഷ് മീനാണ് എടുക്കാറ്. ചാലിയത്ത് നേരെ സുബൈക്ക് പുലർച്ചെ പോയി, അതെ സുബൈക്ക് പോയിട്ട് അവിടുന്ന് എടുത്തു കൊടുന്ന് വണ്ടി അവിടെ കൂടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കൂടെ നിർത്തിയിട്ട് മീൻ ചോദിച്ചു. പിന്നെ മീൻകാരും അവിടുന്ന് പാത്രം കൊണ്ട് എടുത്തോണ്ടിരുന്നേ. നമുക്ക് അതിന്റെ ആവശ്യമുള്ള, അല്ലാതെ മീൻകാരനെ കാത്ത ഈ മീൻകാരപ്പ് വരും മൂന്നടി കേൾക്കണം, അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ. വൈകുന്നേരം അതായത് ഇവിടെ പുലർച്ചെ ചാലിയത്ത് പോയിട്ട് മീൻ കൊണ്ടുവന്ന് ഇവിടെ മുറ്റത്ത് കൂടെ നിർത്തിയിട്ട് പിന്നെ വൈകുന്നേരം 4 മണിക്ക് നേരം നമ്മുടെ കുറുകത്താണി ടൗണിൽ കൊണ്ടുപോയിങ്ങാണ്ട് വിൽക്കലാണ്. അതും ഫ്രഷ് മീനാണ്. നേരെ കടപ്പുറന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. അപ്പൊ ആവശ്യക്കാരിതാ ആദ്യം തന്നെ പറയാണ്, കുറുകത്താണി അങ്ങാടി പോയാൽ നല്ല ഫ്രഷ് മീനെങ്കിൽ കൂട്ടാം. നമ്മളെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ പോയി അവിടെ പോയി അതെ, അത് വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയവർ 7:30, 8, 8:30 മണിയാകുമ്പോൾ മീൻ കാലിയാവും ചെയ്യും. കാരണം ഫ്രഷ് മീനായതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഉപകാരപ്പെടും അല്ലേ? പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ സീനറി ബാക്ക്ഗ്രൗണ്ട് കണ്ടിരുന്ന ഫ്ലവറുകൾ അതെട്ടാ. നിങ്ങൾ ഒരുപാട് കണ്ടതാവും, എന്നാലും ഒന്ന് കാണിക്കുക. കണ്ടില്ലേ? ഇതൊക്കെ നല്ലപോലെ ഉണ്ടായിക്കണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ ശരിക്കും ഈ മുറ്റത്ത് എന്ന് വെച്ചാൽ ഒരു മരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വെയിൽ വെച്ച് ഭയങ്കര വെയിലാണ്. ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്റ്റെപ്പിലൊന്നും താഴേക്ക് ഇറങ്ങാൻ പറ്റൂല, കാരണം അത്രയും വെയിലാണ്. നേരെ കാരണം ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് വെച്ചാൽ ഇത് കല്ല് വെട്ടി കുറച്ച് അയൽവാസിത്താണ്, ഹൈറ്റുള്ള സ്ഥലമായിരുന്നു. അപ്പൊ കല്ല് വെട്ടി താത്തിയപ്പോ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ പോയും ചെയ്ത്. ശരിയാണ്, മൂച്ചിയും തെങ്ങും പ്ലാവും പോയി. അപ്പൊ ശരിക്കും പറഞ്ഞ പൊരി വെയിലത്താണ് അല്ലേ? ഭയങ്കര വെയില. ഞങ്ങളെ കൊലായ മുഴുവൻ വെയില് വീങ്ങിക്കണ്, ഇരിക്കാൻ കഴിയൂല. അപ്പൊ എനിക്ക് മീൻ ഉണ്ടാക്കാണ്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നാ മീൻ ഉണ്ടാക്കണം. മീൻ വണ്ടിന്ന് എടുത്തിട്ടില്ല അല്ലേ? കുഞ്ഞിപ്പഴം എടുക്കാൻ പറഞ്ഞു പോയതല്ലേ, അവിടെ ഉണ്ടല്ലേ? മീനിൽ പോയി എടുക്കാം. അവരാരും ആ മീൻ കൂട്ടൂല, പിന്നെ ഇമ്മ കൂട്ടുള്ളൂ. അപ്പൊ ഉണ്ടാക്കിയിട്ട് ഇമ്മക്ക് കൊടുക്കും വേണം. അത് ഇമ്മ കൊടുക്കും വേണം. അവര് വേറെ എന്തോ ഉണ്ടാക്കി. അപ്പൊ ഒരു ചോറിന് മുന്നേ ഉണ്ടാക്കണം. അപ്പൊ പിന്നെ 12:30 കഴിഞ്ഞിരിക്കണേ. അപ്പൊ നമുക്ക് ഈ വീടെടുക്കൽ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാ വാർണിങ്ങാണ്ട് വിളിച്ചതാണ്. അപ്പൊ എങ്ങനെ എന്നാ പോയ മീൻ പോയിട്ടുണ്ടാ എന്നാ വരിങ്ങളും വരിങ്ങ കാണാം. കാണാനൊന്നുമില്ല, എന്നാലും കണ്ടു നോക്കി നമ്മളൊരു അല്ലേ? ഇവിടെ ഇറങ്ങാൻ പറ്റേ ഞാൻ ചെരുപ്പ് ചൂടാ ഇവിടൊക്കെ പൊരിവെയിലാണ്. ഞാൻ സൂര്യൻ ടൈൽസിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് കണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കുക്കാവുള്ള സാധനം ഇവിടെ അങ്ങ് വെച്ചാൽ മതി. പെട്ടെന്ന് ഇന്നലെ ഡ്രസ്സ് ഉണങ്ങാതെ ഇരുന്നപ്പോൾ പൊന്നൂന് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഈ മെറ്റല് 11 കിട്ടത് 11 കിട്ടി. 11:30 ആയപ്പോ നേരെ ഇടാൻ കഴിഞ്ഞു. അത് ചൂടാണ്. പപ്പടം ഇട്ടെടുത്താൽ പൊള്ളക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് ഒരുപാടായി ആഗ്രഹം. ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല. ഓക്കെ, ഇത് കണ്ടില്ല നിങ്ങള്? ഇതാണ് വെയില്. ഇതാ ഇവിടെ അങ്ങോട്ട് ചവിട്ടിയാൽ മാതിരി ഉണ്ടാവും. കാല് പൊള്ളും, ചവിട്ടാൻ പറ്റൂല, ഭയങ്കര ചൂടാണ്. ചെരുപ്പ് ഇവിടെ ചെരുപ്പ് പോലും ഇടാൻ പറ്റൂല. അന്നേരം നേരത്തെ ഉമ്മ ഇവിടുന്നാണ് പോയത്. പിന്നെ ആ ചെരുപ്പ് കൈ പിടിച്ചുകൊണ്ട് കാലും എന്നാലും കുറച്ചും കൂടി കുറവുണ്ട്. മെറ്റല് ചൂടായതല്ലേ, അതാണ് ഇത്ര ചൂട്. മണ്ണാണ് ഇത്ര ചൂടുണ്ടാവില്ല, മെറ്റലിന്റെ ചൂടും കൂടിയാണ്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. അപ്പം മീൻ എടുക്കാൻ പോവാണ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ മീൻ വണ്ടി ഇത് അവിടെ പറഞ്ഞാണ് സോറി. മീൻ വണ്ടി ഇതിലിവിടെ കിടപ്പുണ്ട്. ഞാൻ അതിൽ നിന്ന് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആളിവിടെ ഉണ്ട് കേട്ടോ. ഇത് സെപ്പറേറ്റ് ഇവിടെ ഒരു ബോക്സിൽ ഇട്ടതാണ്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം വലുപ്പമുള്ള മീനാട്ടോ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഈ മീനാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നേരെ ഈ പൊരി വെയിലത്ത് കൂടി ഇങ്ങനെ പൊഴുത മോളം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ മറന്നുപോയി ആളിത് അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇപ്പം ഉണ്ടാക്കും. കത്തി മുറിച്ചാക്കിയിട്ട് വേണം. ഇത് ഏതാ മിഞ്ഞാത്ത ചട്ടിയാ? അതിന്റെ തലക്കറി. പക്ഷെ അതിൽ എന്തോ സ്പെഷ്യൽ സാധനം ഉണ്ടല്ലോ. കയ്യിലിട്ട് വേവിച്ചതാണ്. കയ്യിലേക്ക് വീണ ഈ മീൻ ഇതാ മിഞ്ഞാന്ന് വാങ്ങിയ മീനിന്റെ തല എടുത്തുകാണ്ട് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നലെ രാവിലെ കടിക്കും ഉച്ചക്ക് പോയി. പിന്നെ കത്തി മുറിച്ചല്ല അങ്ങോട്ടൊന്നും വല്ലാതെ നമ്മൾ അടുപ്പുമ്പോൾ കൊണ്ടുവരാൻ പറ്റൂല ക്യാമറ. ഞാൻ ഉള്ളതല്ലേ കാണിക്കല്ലേ. നമുക്ക് ഞങ്ങൾക്ക് ടൈലൊക്കെ പൊട്ടി ഇതൊക്കെ നന്നാക്കി എടുത്തിട്ട് വേണം. കത്തി മൂർച്ചാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ കത്തി മൂർച്ചാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് കട്ട് ചെയ്യാൻ കുറേ പണിയാ തോന്നില്ലേ? പണിയൊന്നുമില്ല, എന്നാ പണിയാണേനു. കൈ നല്ല കെയർഫുള്ളേ. കൈ നല്ല അല്ലേ, കയമ്പ് കൂടുതൽ പോയല്ലോ. ഇത് ശരിക്കും നിങ്ങൾക്ക് ഈ എന്താണ് ചിലവര് ഫാമൊക്കെ നടത്തിങ്ങടൊക്കെ ഉണ്ടാക്കണ്ടല്ലേ, വലൊക്കെ ഇട്ട് കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സൗകര്യം കാര്യങ്ങളൊക്കെ വേണം. അല്ലല്ല, ഒരു കുറച്ച് സ്ഥലം മതി ഇത് ഉണ്ടാക്കാനേ. എനിക്കെല്ലാം ആഗ്രഹമുണ്ട് ഇവിടെ മുറ്റത്ത് ഉണ്ടാക്കാന്. എന്നാ നമുക്ക് ചെയ്യണല്ലോ, തുടങ്ങണല്ലോ. അത് പറയുള്ളൂ, നിങ്ങള് പലവട്ടം പറഞ്ഞതാണ്. എന്നായിക്കോട്ടെ, നമുക്ക് എങ്ങനെ വിളിച്ചാലേ ഇത് അധികം സ്ഥലം വേണ്ട. അല്ല ഞാൻ ഉദ്ദേശിച്ച നമ്മളെ 4.5 സെന്റ് സ്ഥലം ആർക്കും ഉണ്ടാക്കാം. അപ്പൊ അതിന് കുറെ പണിയല്ലേ ചെയ്യാൻ. എന്തൊക്കെ കുഴി കെട്ടാനും ഉണ്ടാക്കാനൊക്കെ കുറെ പണിയല്ലേ. പൈസ ചെലവുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ കുറച്ചല്ലേ. എന്നാലും നല്ലതാണ്. നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആർക്കെയും വിൽക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെ, കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അത് ഉറപ്പാണേ. ഏകദേശം അത്യാവശ്യം നല്ല മൂപ്പുണ്ട് അല്ലേ. ഇതിന് ഉറപ്പാണ് ഇതിന് മുള്ള്. അപ്പൊ ശരിക്കും ആള് പറയുന്നത് വെച്ചാല് ഇത് ഏറ്റവും എളുപ്പമാർഗം എന്ന് വെച്ചാല് ഇത് ടോട്ടല് കീറുന്നതിന് മുമ്പ് ഇങ്ങനെ പീസ് ആക്കി അപ്പൊ കുറച്ചും കൂടി എളുപ്പമാർഗാവൂലേ. നല്ല സ്ട്രോങ് ആണല്ലോ. എന്നാ കുഞ്ഞിപ്പാലകളെ വലിയ വെട്ടത്തിരുത്ത് വെട്ടിക്കളാ. ആ വെട്ടത്തി ഞാനല്ലേ മൂർച്ചാക്കി കൊടുത്തേ. ആയിക്കോട്ടെ, അതിന് എളുപ്പല്ലേ. എന്താ അറിയോ, വെട്ടിയെടുത്തന്നെ വെട്ടുകൊണ്ടാണ് കേടരും. ഈ കത്തിയായിട്ട് മുറിച്ചണം, അത് നല്ലത്. അപ്പൊ ഇതുപോലെ പീസാക്കല്ലേ. വേറൊരു കാര്യണ്ട്, ഈ മീൻ പൊരിച്ചാണ് ഇതാ ഒറ്റട്ടം വലിച്ചാണ് വെച്ചാൽ മതി. രണ്ടാമത്തെ ചട്ടിക്ക് പിന്നെ എണ്ണന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇതിനുള്ളിൽ നിറയെ എണ്ണയാണ്. പൊരിക്കുമ്പല്ല, ഇത് തുറക്കുമ്പോ ഞാൻ കാണിച്ചില്ല എണ്ണ വരുന്ന ഓടുന്നാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഈ നമ്മള് വേസ്റ്റ് പെട്ടിയും കുടലുന്നതൊക്കെ വരുവോളം നല്ല അടിപൊളി പീസുകൾ ഇങ്ങനെ വരട്ടാ. കാരണം അവിടെ എത്തുമ്പോൾ അതുകൊണ്ട് ഒഴിവാക്കിയാൽ മതി. അപ്പൊ അത്രയും പണി കുറഞ്ഞിട്ടില്ലേ. വലിയ വലിയ പീസുകളാണ് അങ്ങോട്ടൊക്കെ. സൗണ്ട് കിട്ടിയ ആവശ്യമില്ലേ. ഈ സ്ഥലം ശ്രദ്ധിച്ചേട്ടാ. അപ്പൊ ഏകദേശം അതിന്റെ പെട്ടിയും കുടലിന്റെ അവിടെയൊക്കെ എത്തി വയറിന്റെ അങ്ങോട്ട് എത്തി തുടങ്ങിയിരുന്നുണ്ട്. ഇതിന്റെ പീസുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടാ. അപ്പൊ ശരിക്കും ഇത് ഈ എപ്പോഴും കട്ട് ചെയ്യാൻ എളുപ്പം ഇതാണ് നമ്മൾ. കാരണം ആദ്യം ക്ലീൻ ചെയ്ത് ഉള്ളിലത്തെ അതിന്റെ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കുമ്പോ ഇത്ര സുഖമായിട്ട് കട്ട് ചെയ്യാൻ കഴിയില്ല. പശുവിന് അർത്ഥയ്ക്കത്തെ നെയ്യുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഈ കട്ട് ചെയ്യാൻ എളുപ്പം എപ്പോഴും ഇതാണ് നല്ലത് അല്ലേ.
അപ്പോൾ ഇത് നമ്മൾ കുറേ മല്ലി കെട്ടിയിട്ട് കാര്യം ചിട്ടം അപ്പോൾ മാളുവിന് തന്നെ ഇപ്പോൾ ഇതുപോലുള്ള നമ്മൾ നീറീനൊക്കെ മുറിച്ച് പരിചയമുണ്ട്. കാരണം അവിടെ കുട്ടടുത്തപ്പൊക്കെ എപ്പോഴും കൂടുതൽ ഈ തോട്ടിൽ പോയിങ്ങാണ്ടും പുഴയിൽ പോയിങ്ങാണ്ടൊക്കെ മീൻ പിടിച്ച് കൊണ്ടുവന്നിരുന്ന ആളാണ്. കഴിഞ്ഞല്ലേ? അപ്പോൾ ഇനി അടുത്തായിട്ട് ഇത് വാഷ് ചെയ്യാനുള്ള പരിപാടി. ഇത് ഏകദേശം തീർന്നിട്ടുണ്ട്. ആ തലയും കൂടി റെഡിയാക്കിയാൽ വാഷ് ചെയ്യാം. അപ്പം ഈ തലകളൊക്കെ തലക്കറി സ്പെഷ്യൽ ഉണ്ടാക്കല്ലേ? തലക്കറി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളിയാണ്. നല്ല ഇതിൽ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ഇന്ന് ചപ്പാത്തി. ആ ചപ്പാത്തിക്ക് കട്ടിപ്പത്തിരി നല്ല ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ. മീൻ ഇവിടെ വാഷ് ചെയ്ത്. അപ്പൊ ഇനി അതിക്കുള്ള മസാലക്കുള്ളൊക്കെ മുളക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിക്ക് ഞാൻ ഉണ്ടാക്കണ മസാല, ഞാനൊരു ഈ ചിക്കനൊക്കെ ഉണ്ടാക്കണൊക്കെ ഉണ്ടാക്കട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പെരുംജീരകം, വലിയ ജീരകം, പിന്നെ അരച്ചുകൊണ്ട് റെഡി ആവാൻ വേണ്ടി 2 കുഞ്ഞു കഷ്ണം തക്കാളി ഇട്ട് ഇതെന്നുള്ള രീതിയിലുള്ള മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. മാളുവാ എന്തൊക്കെ ഇതിൽ മസാല ഒന്ന് പറഞ്ഞാ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, പിന്നെ ഉണ്ട് ഒരു സംഭവം പറയാൻ മറന്നിന്ന് മല്ലിയില ഇട്ടിന്ന്. കരിവേപ്പിൻ്റെ ഇല പിന്നെ കുറവാണ്, അതുകൊണ്ട് ഇട്ടിട്ടില്ല. ഞങ്ങളെ മരം കാലിയേക്കണ അറുത്തറുത്ത് മരത്തുമ്പോൾ ഈ വറുത്തിക്കണേ. പുളിക്ക് വിനാഗിരിയാണ് സാധനം. ലെമൺ ജ്യൂസ് നാരങ്ങ നീരാണ് ഒഴിക്കല്. ഞാൻ നാരങ്ങ നീര് ഒഴിക്കല്, അതാണ് ടേസ്റ്റ്. അതില്ലാത്തോണ്ട് കുഞ്ഞുമുളകൊന്നും വാങ്ങിയില്ല. പിന്നെ ഇതിക്ക് കുരുവളുംപടി ചിക്കന് മസാല ഉണ്ടാക്കണേക്ക് തന്നെ വേറെ പറയാനൊന്നുമില്ല. നല്ല രസം. ചിക്കൻ കഴിക്കും പോലെ കഴിക്കും ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ് അല്ലേ? ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത് ഇട്ടിട്ടാണ് മസാല വെക്കുക. അപ്പൊ ഇതൊന്ന് മസാല ആക്കി വെക്കട്ടാ. എങ്ങനെ? പിന്നെ കുരുമുളക് ഉണ്ടെങ്കില കുരുമുളകിൻ്റെ ഒരു കൂട്ടുകാരത്തി ഇഷ്ടംപോലെ കുരുമുളക് തന്ന്. അവള് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവൾക്ക് പകരം ചെയ്യാനേ എന്താ പറയാ, ഓരോ തവണ കുരുമുളക് എടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്താ പ്രാർത്ഥിക്കല്? ഇനിയും തരാനുള്ള മനസ്സ് തരട്ടെ എന്നാണോ? ഇല്ലല്ല, ഓളെ ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കണേ, എല്ലാ മേഖലയിലും ബർക്കത്ത് കൊടുക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ല, ഞാൻ എന്താണ് ഈ വീഡിയോ നമ്മളിടുന്ന വീഡിയോ ഫുള്ള് സ്ഥിരമായിട്ട് ഓള് കാണലുണ്ട്, കമന്റ് ചെയ്യലുണ്ട്, ലൈക്ക് ചെയ്യലുണ്ട്. ഓള് നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊക്കെയുള്ള ചിന്ത. അപ്പോൾ എന്താണ് ഇപ്പം അടുത്തൊരു ദിവസം എനിക്ക് കുറച്ച് കുരുമുളകൊക്കെ കൊടുത്തയച്ചു. പാവാണ്, നല്ല മനസ്സ്. എല്ലാവർക്കും നല്ല മനസ്സ് തന്നെയാണ്. അവനടുത്തുള്ളതല്ലേ തരാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സാളെ നമ്മൾ ആരും കൊച്ചാക്കാൻ പാടില്ല. നമുക്ക് എല്ലാതും വിലപ്പെട്ട പല രീതിയിൽ ഉപകാരം ചെയ്ത ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കുണ്ട്. ഫ്രണ്ട്സാള് തന്നെ എല്ലാവരും ഒരേപോലെയാണ്. അതിൽ പൈസ ഇല്ല പൈസ ഉണ്ട് എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുക. അപ്പൊ അത് മസാല ആയിട്ടാണ് ഇതിലേക്ക് മീനാണ് ഇട്ട് കൊടുക്കണ്ട്. കണ്ണേരില്ല, അപ്പൊ മീനാണ് ഇടുക. അപ്പോൾ എന്താണ് ഇതിൽ ഉള്ളി ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ണരിന്. അപ്പോൾ ഇവര് ബാവ പറയും ഉള്ളി അരിഞ്ഞാൽ എങ്ങനെ കണ്ണരിയ? നമുക്കൊക്കെ സ്ഥിരമായിട്ട് കണ്ണരിനല്ലേ, ഇഷ്ടംപോലെ ആൾക്കാർക്ക് കണ്ണരിക്ക് കണ്ണരിയില്ല. അങ്ങനെ കണ്ണരിയാത്തവരുണ്ടാവില്ല ഇഷ്ടം പോലെ. എരിയാത്തോലുണ്ടാന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും 100-90 ആളെയും ഉള്ളി അരിഞ്ഞാൽ എരിയാത്തവരുണ്ട്. ഇതിൽ കമന്റ് ചെയ്യും, നമ്മൾ നോക്ക് ആരെങ്കിലും ഉണ്ടാന്നിട്ടാ. തോനെ കഷ്ണുണ്ടല്ലേ? കഷ്ണുണ്ട്, നല്ല പള്ളർച്ച് തിന്ന. ശരിക്കും ഒരു ചിക്കൻ ഫ്രൈ കഴിക്കണതിന്റെ ഫീല് കിട്ടും. എണ്ണ വേണ്ടെന്നുള്ളൂ, എണ്ണ വേണ്ട. ഇവൻ തന്നെ അങ്ങനെ വന്നോളൂ. ഇവൻ നെയ്യ് വറുക്കുമ്പോൾ അവളെ വടിച്ചെടുത്ത് ഒരുപാട് നെയ്യ് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ചെന്ന മാതിരി ഉണ്ടാവും. ഇപ്പൊ ഏകദേശം മസാല റെഡി ആയിക്കൊണ്ടിരിക്കണേ. എന്താണ് എന്താ എന്റെ മണ്ണും ഇത്രയും പെട്ടെന്ന് ആവട്ടെ നോയിപ്പോവും. നേരെ 1 മണി കഴിഞ്ഞു സമയം. പിന്നെ സംഭവം വെച്ചാല് ഇത് കുറച്ചു നേരം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്നലെ നല്ല മിഞ്ഞാന്ന് പകല് പൊരിച്ചത് വേറെ ടേസ്റ്റും രാത്രി പൊരിച്ചത് വേറെ ടേസ്റ്റും. എന്ന് വെച്ചാല് മസാല ഒക്കെ പിടിക്കല്ലേ. ഇനിയിപ്പോ ഇതിപ്പോ പൊരിക്കും. ഇപ്പൊ കാത്തുക്കാനൊന്നും നേരമില്ല. അങ്ങനെയാണ്, ഫുള്ള് പൊരിക്കൂല. എന്താ വെച്ചാല് വയറ് വേദന ആവലോട് ഇങ്ങനെ പൈച്ചിട്ട് വിശക്കില്ലട്ടോ പൈച്ചിട്ട്. ഈ ബേക്കിലുള്ള ആള് കുറച്ച് നന്നാക്കി സംസാരിക്കുള്ളൂ. അത് ഞങ്ങൾക്ക് സംസാരം അതുകൊണ്ടാണ് ഞാൻ നന്നാക്കി സംസാരിക്കല്ലേ. നമ്മളെ ഈ
കുട്ടാട്ട് കാക്കാത്തറം നമ്മളെ ഈ ഭാഗത്തെ ഏരിയയിലേ ഒരു ഗൾഫിലൊക്കെ പോയി നിങ്ങൾ നല്ല അടിപൊളി സംസാരിക്കും നമ്മക്ക് ഒരു കുറച്ചിലല്ലേ സംസാരിക്കുമ്പോഴേ ആ കുറച്ചിലാണ് പള്ളിപ്പുറത്തൊക്കെ പോയി കണ്ട് ഞങ്ങളെ സംസാരിക്കുമ്പോൾ ഓർക്കൊരു കുറച്ചിലാണ്. അതെ ഞങ്ങളുടെ നാട്ടിലൂടെ ഈ പള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ പള്ളിപ്പുറമുള്ളവരൊക്കെ വീഡിയോ കാണലുണ്ട്. എല്ലാവർക്കും ഹായ്. പിന്നെ അപ്പൊ ഇത് കുഴച്ച് വെച്ചിക്കണേ അധികം നേരം വെക്കാതെ എളുപ്പം പൊരിച്ചെടുക്കണം. പണ്ടാറടങ്ങിക്കണേ. ഞാൻ രണ്ടും ഇതൊക്കെ തിന്നാ പത്തിരിയൊക്കെ നാളെ അല്ലേ. പത്തിരി ചൂട് കൊടുക്കുന്നതാ. ഈ നല്ല ചൂട് കൊടുക്കുന്ന പ്രത്യേകിച്ച് ഗോതമ്പ് പത്തിരി ഇങ്ങനെ അതിന്റെ പണിയോടെ കിടക്കണേ. ഗോതമ്പ് പത്തിരി ചൂടോടെ ഇങ്ങനെ ചുട്ടിടുക. കട്ടൻ ചായ ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഞാൻ ഇങ്ങനെ തിന്നുമ്പോൾ ഇങ്ങനെ ചൂടും ചെയ്യും. പിന്നെ ഇവിടെ നോട്ടം ശരിയല്ലാണ് ഞാൻ വേഗം നീച്ചു കൊടുക്കുന്നത്. അതിനോട് മോന് പറയും ഉപ്പാ ഓടിക്കോ. ആ ചട്ടകം പിടിപ്പിച്ചിട്ടേ ഇവർക്ക് തിന്നാനാണ് നമ്മൾ നേരം വെച്ചാല് നിസ്കാരപ്പായി നെട്ടുകൊണ്ട് ഓടണം. എന്തിനാണ് മക്കള് മദർസ് കൊണ്ടേ ബാക്ക് പോവാണ്ടൊക്കെ ചിന്തിക്കണം. നമുക്ക് അങ്ങനെ ഓടേണ്ട ആവശ്യമുണ്ട്. ആളിൽ ഇന്നാണ് ഇങ്ങനെ ചൊല്ലി പറഞ്ഞ പോലെ സത്യത്തിൽ നല്ലൊരു മനസ്സാണ്. ഒരിക്കലും നോക്കൂല. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ കഴിച്ചോളി എന്ന് പറയും. ആ ഞാൻ പറയും തിന്നോണ്ടി ബാക്കി ഉണ്ടാക്കാൻ കുഴപ്പമില്ല. പിന്നെ ഞാൻ നിങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നും വെറുതെ തമാശാക്കാൻ ചോദിക്കാലും എനിക്ക് ഞാൻ എന്ത് ഇങ്ങനെ നോക്കണ വിചാരിച്ചു. മീനായിട്ട് പോവട്ടാ. ഈ എണ്ണ ഒഴിച്ചതാ ഇത്ര മതി അടുത്ത പ്രാവശ്യം പൊരിക്കാനും. ഇങ്ങനെ വരും ഇതിന്നിങ്ങനെ ഇറങ്ങും എണ്ണ. ചൂടായി കഴിഞ്ഞാൽ ഇടാൻ പോണേ അല്ലേ. അതൊന്നും ഇപ്പൊ ഒന്നൊന്നിന് അയക്കുറ അവിടെ നിൽക്കും. അയക്കുറൊന്നും ഒന്നുമില്ല ഇതിന് മുമ്പിൽ അല്ലേ. ചിക്കന്റെ സ്റ്റൈലിൽ മസാലയും ഇട്ട ഒന്നും പറയില്ല അല്ലേ. വാക്കുകളില്ലാന്ന് പറയാം. അതിന് മണമില്ല. എങ്ങനെ പറയും എന്താണ് എന്താ സംഭവം അറിയോ? ഉച്ചക്ക് പൊരിച്ചുമ്പോ ഇതിന്റെ വലിയ കഷ്ണങ്ങളൊക്കെ പൊരിച്ചു. വൈകുന്നേരം കുറച്ച് ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ. അതെ വലിയ കഷ്ണങ്ങളൊക്കെ ഉച്ചക്ക് ഭാവം തിന്നു. ഞാൻ പേരുള്ളൂട്ടാ. കൂടെ ആളും തിന്നു. ഞാൻ ഇത് തിന്നു. എനിക്ക് വല്ല എനിക്ക് ഈ മീനാണ് ഇഷ്ടം. അപ്പൊ ഉമ്മാക്ക് ഇതിന് 2 പീസുണ്ടായിക്കോട്ടെ. കുറെ 3, 4, 6 ആയില്ലേ 7. ഇതും ആ പെട്ടിന്ന് ഇങ്ങനെ എടുത്ത് വെക്കണം. അപ്പൊ ഞാൻ കുഞ്ഞിപ്പ ഒന്നും വേണമെന്നുണ്ടോ ഇപ്പൊ അതിൽ വെച്ചിരുന്ന ഒന്ന് എടുത്ത് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വാങ്ങൂല. ഈ ഒരു പീസ് വേറെ ഇഷ്ടംപോലെ ഉണ്ട്. ഓൻ അങ്ങനെ മാറ്റിക്കണ കണ്ണണം എനിക്കും വേണം തന്നെ. അല്ല ഞാൻ വാങ്ങൂല കണ്ടിട്ടില്ലെങ്കില്. ശരി. അപ്പോ മീൻ പൊരിച്ചുകൊണ്ടിരിക്കണ ഈ മീൻ പൊരിച്ചു കഴിഞ്ഞാല് വേറെ ഇപ്പം തലക്കറി നേരത്തെ കാണിച്ചു. തലക്കറിയാണ് വീട്ടിൽ നാളുണ്ടാക്കിയ പറയാം. ഇതിന് മുമ്പ് ഇനി ബീട്രൂട്ട് ആവശ്യമില്ല. പിന്നെ ചോറ് നേരത്തെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി മീൻ പൊരി കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കും അല്ലേ. വേറെന്താ പറയാ? ഒന്നും പറയാനില്ല. അതേപോലെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇഷ്ടപ്പെടുന്നോലിട്ടാ. ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. 150 ആൾക്കും ഇത് ഇഷ്ടമുണ്ടാവില്ല. എന്താ വെച്ചാല് ഒരുപാട് ആൾക്കാർ ഇപ്പോഴത്തെ തലമുറയിലുള്ളവര് ഈ പുഴമീനൊന്നും കഴിക്കാത്തവരാണ്. അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. മണ്ണിന്റെ ചുവയാണ്. മണ്ണിന്റെ ചുവയാണ്, ചേറിന്റെ ചുവയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതിങ്ങനെ മസാല ആക്കി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ്റെ മസാല എല്ലാവരും ഉണ്ടാക്കണ തന്നെയാണ്. അപ്പോൾ മീനൊക്കെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ വീഡിയോയിൽ പറയാനില്ല. അതെ ആയിക്കൊണ്ടിരിക്കുന്നതാ. ഇയാളിങ്ങനെ കിടന്ന് പൊരിണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ അതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. അതെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നാണ് ഷെയർ ചെയ്താളേ കേട്ടോ. അതും കൂടി ഉണ്ടാകുമ്പോഴാ പിന്നെ ആ ഓട്ടപാത്രം കണ്ടിട്ട് ചോറൊക്കെ കാലാവും. അതെ, അതുകൊണ്ട് ബീട്രൂട്ട് മാണ്ടാക്കി. ബീട്രൂട്ട് ഒരു വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കല്. അത് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിക്കാം അല്ലേ. വേറെ സ്റ്റൈൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ അല്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനും ശേഷം ഒരു വീഡിയോ കാണിക്കാം അല്ലേ. ഇല്ലല്ല, എല്ലാവരും ഒരേപോലെ ഉണ്ടാക്കും. ഓരോ മനുഷ്യനും ഓരോ ഡിഫറെന്റ് ഇതുണ്ട്. എല്ലാവരും ഒരേപോലെ അല്ല. അപ്പൊ ഈ വീഡിയോ എൻജോയ് ചെയ്യണേ എല്ലാവർക്കും.